റിംഷാന സ്വയം ജീവനൊടുക്കിയെന്ന് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും അവകാശപ്പെടുമ്പോൾ തൻ്റെ മകൾ ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് റിംസാനയുടെ ഉമ്മ. അതിനുള്ള കാരണമായി ഈ ഉമ്മ ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ മക്കൾക്ക് വേണ്ടി താൻ ജീവിക്കുമെന്നുള്ളത് ഉറപ്പിച്ച് റിംസാന പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ജനുവരി 5-നാണ് ഭർത്താവും റിംസാനയും 2 മക്കളും താമസിച്ചു കൊണ്ടിരുന്ന വാടക വീട്ടിൽ റിംസാനയെ വൈകുന്നേരം 7 മണിയോടുകൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് റിംസാന സ്വയം ജീവനൊടുക്കിയെന്നാണ് റിംസാനയുടെ ഭർത്താവായ മുസ്തഫയും വീട്ടുകാരും അവകാശപ്പെടുന്നത്. റിംസാന ജീവിതത്തിൽ വലിയ ദുരിതങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് റിംസാനയുടെ വോയിസിൽ നിന്ന് തന്നെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാകും. തൻ്റെ ഉമ്മയോട് റിംസാന തൻ്റെ ഭർത്താവ് തന്നെ കൊന്നുകളയുമെന്ന് പറയുന്നതും തൻ്റെ മയ്യത്ത് തൻ്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമെന്നുള്ളത് പല തവണകളിൽ ഇയാൾ തൻ്റെ സ്വന്തം ഭാര്യയായ റിംഷാനയോട് പറഞ്ഞു എന്നുള്ളത് ചങ്കിടിപ്പോടുകൂടിയാണ് ഈ ഉമ്മ പറഞ്ഞു തീർത്തത്. കരിങ്കൽ ക്വാറിയിൽ പണിക്കാരനായ റിംസാനയുടെ ഉപ്പ വർഷങ്ങൾ കൊണ്ട് കരിങ്കല്ലിൽ അടിച്ചടിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണ് റിംസാനയെ വിവാഹം കഴിച്ചയപ്പിച്ചത്. പക്ഷേ അതിനുശേഷം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും ഈ പെൺകുട്ടി ജോലിക്ക് പോകേണ്ടി വന്നു എന്നുള്ള വിഷമിപ്പിക്കുന്ന വാർത്തയാണ് ഈ കുടുംബത്തിന് സമൂഹത്തോട് പറയാനുള്ളത്. അങ്ങനെ റിംസാനയുടെ മരണകാരണം ജനശ്രദ്ധ നേടിവരുന്നു. നമ്മളുടെ ചാനലിൽ ഇതിനു മുമ്പും റിംസാനയുടെ 2 വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോഴൊന്നും ഇത്രയേറെ ജനശ്രദ്ധ റിംസാനയുടെ വീഡിയോകൾക്ക് ലഭിച്ചില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ മാധ്യമ ചാനലുകൾ റിംസാനയുടെ മരണകാരണത്തെ ചൊല്ലിയുള്ള ചർച്ചകളിൽ അകപ്പെട്ടിട്ടുണ്ട്. റിംസാനക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒറ്റ ആവശ്യമാണ് റിംസാനയുടെ ഉമ്മയടക്കമുള്ള കുടുംബാംഗങ്ങളുടെ ആവശ്യം. എൻ്റെ പൊന്നുമോൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയണം എന്നുള്ളതാണ് ഈ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2017-ലാണ് റിംസാനയുടെ നിക്കാഹ് കഴിയുന്നത്. അതിനുശേഷം റിംസാന ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും അത് പെൺകുട്ടിയാകുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും റിംസാന ഒരു കുഞ്ഞിന് കൂടി ജന്മം നൽകിയതോടുകൂടി റിംസാനയുടെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളാണ് അത് വരുത്തിവെച്ചത്. കാരണമെന്തെന്നാൽ അതും പെൺകുട്ടിയായി എന്നുള്ളതാണ്. റിംസാന പെൺകുട്ടികൾക്ക് ജന്മം നൽകുന്നത് റിംസാനയുടെ കുറവാണെന്നാണ് റിംസാനയുടെ ഭർത്താവുമടക്കമുള്ളവരുടെ അഭിപ്രായം. അങ്ങനെ 2ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച റിംസാനയെ കാണാൻ ആശുപത്രിയിലെത്തിയ റിംസാനയുടെ ഭർത്താവും സഹോദരങ്ങളും ഉമ്മയും ഉപ്പയും അടക്കമുള്ളവർ ആൺകുഞ്ഞിൻ്റെ പേര് കയ്യിൽ എഴുതി വെച്ചുകൊണ്ടാണ് വന്നതെന്നാണ് റിംസാനയുടെ ഉമ്മ പറഞ്ഞത്. തുടർന്ന് റിംസാന പ്രസവിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ കുടുംബം ഒന്നടങ്കം കുഞ്ഞിനെ പോലും കാണാതെ പ്രസവിച്ചു കിടക്കുന്ന റിംസാനയുടെ മുഖത്ത് പോലും നോക്കാതെ ആശുപത്രി വിട്ടുപോയെന്നും കുടുംബം ആരോപിക്കുന്നു. പ്രസവത്തോടെ ചില കുഴപ്പങ്ങളുണ്ടായ റിംസാനയുടെ ഇളയ കുട്ടിയെ ICUയിൽ കയറ്റിയതിന് ശേഷം ദിവസവും 25,000 രൂപയോളമാണ് ചികിത്സക്കായി ചിലവ് വന്നതെന്നും ഇതൊന്നും റിംസാനയുടെ ഭർത്താവും കുടുംബവും ശ്രദ്ധിക്കുക പോലും ചെയ്തില്ലെന്നും സാമ്പത്തിക ശേഷി തീരെയില്ലാത്ത റിംസാനയുടെ കുടുംബം ആശുപത്രി ചിലവുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി വളരെയേറെ പാടുപെട്ട അവസ്ഥയിൽ റിംസാനയുടെ 1-2 സ്വർണം ചോദിച്ചതിൻ്റെ പേരിൽ റിംസാനയുടെ ഉപ്പ വന്ന് സ്വന്തം മരുമകനായ റിംസാനയുടെ ഭർത്താവ് മുസ്തഫ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതും ഒരു മനുഷ്യനും കേട്ടു നിൽക്കാൻ കഴിയാത്ത വാർത്ത തന്നെയാണ്. റിംസാനയെ ഭർത്താവായ മുസ്തഫ കൊലപ്പെടുത്തി എന്നുള്ളതാണ് റിംസാനയുടെ വീട്ടുകാരുടെ ആരോപണം. അതിന് തെളിവായി ഇവർക്ക് നൽകാനുള്ളത് തൻ്റെ മകൾ ഉറപ്പായി നൽകിയ വാക്കാണെന്നുള്ളതും കുടുംബം ആരോപിക്കുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായ റിംസാനയുടെ ഭർത്താവ് റിംസാന അത്തരമൊരു സാഹചര്യത്തിലെത്തിയപ്പോഴും റിംസാനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തൻ്റെ വാഹനമെടുക്കാൻ തയ്യാറായില്ല എന്ന് റിംസാനയെ സ്വന്തം ഭർത്താവ് തന്നെയാണ് ഇല്ലാതാക്കിയത് എന്നുള്ളതിലേക്കാണ് വഴിവെക്കുന്നത്. തൻ്റെ അവശനിലയിൽ കിടക്കുന്ന സ്വന്തം ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാഹനമെടുക്കാത്ത മുസ്തഫ എന്ന ഭർത്താവിനോട് അയൽപക്കത്തുള്ള ഒരു വ്യക്തി എന്നാൽ ഞാൻ എൻ്റെ വാഹനമെടുക്കാം, നീ നിൻ്റെ ഭാര്യയെ പൊക്കിയെടുക്കൂ എന്ന് പറഞ്ഞപ്പോഴും അതിനൊന്നും ഈ യുവാവ് തയ്യാറായില്ല എന്നുള്ള നടുക്കുന്ന വാർത്തയും ഈ മാതാവ് വേദനയോടുകൂടി തന്നെയാണ് പറഞ്ഞത്. റിംസാനക്ക് തീർച്ചയായും നീതി കിട്ടണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകൾക്കും അറുതി വരികയില്ല. ഇനി ഒരു പെണ്ണിനും ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിന് കാരണക്കാരായവർക്ക് തക്ക ശിക്ഷ തന്നെ നൽകണം. അത് മാതൃകയായിരിക്കണം മറ്റു മനുഷ്യന്മാർക്ക്. അന്ന് റിംസാനയുടെ 2ാമത്തെ പ്രസവത്തോടുകൂടി ഹോസ്പിറ്റൽ വിട്ടുപോയ ഭർത്താവിൻ്റെ കുടുംബവും 1 വർഷക്കാലം റിംസാനയെയും മക്കളെയും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതും ഈ ഉമ്മ വെളിപ്പെടുത്തി. 1 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഭർത്താവിൻ്റെ കുടുംബവും കാര്യങ്ങൾ പരിഹരിച്ച് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് റിംസാനയെയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോഴും
തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ റിൻസാനയ്ക്ക് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഡിസംബർ 26-ാം തീയതി അവസാനമായി സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്ന റിൻസാന ഉമ്മയോട് പറഞ്ഞത്, എൻ്റെ ഭർത്താവ് എൻ്റെ ചെവിയിൽ വന്ന് ഞാൻ നിന്നെ കൊന്നു കളയുമെന്നും കൊന്ന് നിൻ്റെ മയ്യത്ത് ഞാൻ എൻ്റെ വാഹനത്തിൽ കൊണ്ടുപോകുമെന്നും നിരന്തരമായി പറയുമെന്നുള്ളത് ഈ ഉമ്മയോട് കണ്ണീരോട് കൂടി റിൻസാന പറഞ്ഞിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. മറ്റൊരു കടയിൽ ജോലിക്ക് പോയാണ് ഭർത്താവടക്കമുള്ള 4 അംഗ കുടുംബത്തെ റിൻസാന പോറ്റിക്കൊണ്ടുവന്നത്. ജോലിക്ക് പോകാതെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ എനിക്ക് ജീവിക്കുവാൻ താല്പര്യമില്ലെന്നും റിൻസാന പറഞ്ഞതായി കുടുംബം പറയുന്നു. റിൻസാനയ്ക്ക് നീതി ലഭിക്കട്ടെ. ഇനി ഒരു പെണ്ണിനും ഇത്തരം അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി.